കുറെ ടൈപ്പ് പേസ്റ്റസ് അവൈലബിൾ ആണ്, പല പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. എപ്പോഴും ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റസ് അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് തോന്നുന്നു, അന്നേരം നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാം. ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് ഇരിക്കുന്നത്. ഒരു ഡെന്റിസ്റ്റിനൊപ്പമാണ് മിസ്റ്റർ ജെയ്നു രാജൻ. ഡോക്ടറോട് നമുക്ക് ഇന്ന് കോമൺ ആയിട്ട് നമ്മുടെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഡെന്റൽ പ്രോബ്ലങ്ങളെ കുറിച്ച് ചോദിക്കാം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കപ്പെടാം, എല്ലാം ചോദിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഹലോ ജെയ്നു. ജെയ്നു ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ജെയ്നു. ഞാനിപ്പോൾ മലബാർ ഡെന്റൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെന്റൽ പ്രോബ്ലംസ് അതെന്തൊക്കെയാണ്, അതിന്റെ ഹോം റെമഡീസ് എന്തൊക്കെ ചെയ്യാം, അതിന് ഡെന്റിസ്റ്റ് എന്തൊക്കെ പരിഹാരം പറയും എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് സാധാരണ ആളുകൾ നിരന്തരമായി ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാതെ എന്തൊക്കെ വീട്ടിൽ ചെയ്യാം, എന്തൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് റെമഡി ആയിട്ട് ചെയ്യാം എന്നതിനെ പറ്റി ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്രഷിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഒരു ബ്രഷിങ് ചെയ്യുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മളെല്ലാവരും ഇപ്പം നോർമലായിട്ട് വാങ്ങിക്കുന്ന ബ്രഷ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ബ്രഷസ് ആയിരിക്കും. അതിന്റെ അറ്റത്തുള്ള ഫൈബേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് കുറച്ചും കൂടെ കട്ടിയാണ്. ബട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് നമ്മളുടെ പല്ലിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, ഞങ്ങൾ അതിനെ ഇനാമൽ എന്നാണ് വിളിക്കുന്നത്. ആ ഇനാമലിൽ ആ ഹാർഡ് സബ്സ്റ്റൻസ് ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലേയേഴ്സ്, അതിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ തേഞ്ഞു പോവുകയാണ്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ഫൈബേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ അറ്റത്തെ ഫൈബേഴ്സ് സോഫ്റ്റ് ആയിരിക്കണം. അത് നമ്മൾ തേക്കുന്ന എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു മോഷനിലായിരിക്കും തേക്കുന്നത്, പക്ഷെ അത് ഭയങ്കര ഹാംഫുൾ ആണ് നമ്മുടെ ഇനാമലിനും നമ്മുടെ പല്ലിനും ഫ്യൂച്ചറിലോട്ട്. അതുകൊണ്ട് തന്നെയാണ് പല്ല് തേഞ്ഞു പോകുന്നതും പല്ലിൽ പുളിപ്പുണ്ടാവുന്നതും. അതിനകത്ത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഒരു സർക്കുലർ മോഷനിൽ പല്ല് തേക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുള്ളത്. അതും ഒരു പേസ്റ്റിന്റെ അംശം വളരെ കുറച്ച് ഒരു 5 to 10 മിനിറ്റ് മാത്രം പല്ല് തേക്കാനായി ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഗുണകരം. അപ്പൊ നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം പല്ല് തേക്കണം എന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിന്റെ കൂട്ട് 2 പ്രാവശ്യം പല്ല് തേക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നിങ്ങൾ ഫസ്റ്റ് തന്നെ രാവിലെ എണ്ണിച്ചൊണ്ട പല്ല് തേക്കുക, രാത്രിയിൽ ഡിന്നറിന് ശേഷവും പല്ല് തേച്ചിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ പേസ്റ്റ്, നമുക്ക് ഏത് ടൈപ്പിലുള്ള പേസ്റ്റുകൾ നമുക്ക് പല്ല് തേക്കാനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ വളരെ അധികം കുറെ ടൈപ്പ് പേസ്റ്റസ് അവൈലബിൾ ആണ്, പല പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. എപ്പോഴും ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റസ് അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് തോന്നുന്നു, അന്നേരം നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാം. ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക, കാരണം ഇതിൽ ഉരം കൂടുതലാണ്. അതുമാത്രമല്ല ജെൽ ടൂത്ത് പേസ്റ്റുകളിലും ഇതുപോലെ തന്നെയാണ്, ഉരം കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങളുടെ പല്ലിന്റെ ഇനാമലിനെ നഷ്ടമാക്കാൻ ഇടയാക്കുന്നു. പറഞ്ഞു സെൻസിറ്റിവിറ്റിയെ പറ്റി ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പം അതിനെ പറ്റി, ആ സെൻസിറ്റിവിറ്റി നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും? സെൻസിറ്റിവിറ്റിയെ കുറിച്ച് പറയാൻ അത് മെയിൻലി ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടിക്കുന്ന രീതിയാണ്. നമ്മൾ കടിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ ബൈറ്റ് എന്നാണ് നമ്മുടെ ഡെന്റൽ ടൈം. ആ ബൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ പല്ലുകൾക്ക് തമ്മിൽ ഒരഞ്ഞൊരഞ്ഞു പോകും. അത് ചിലപ്പോൾ രാത്രി നമ്മൾ ചിലർക്കുണ്ടായിരിക്കും കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പല്ല് ഇങ്ങനെ കടിക്കുന്ന സ്വഭാവം, അത് കാരണം ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല്ലിനകത്തുള്ള ഫ്ലൂറൈഡ് കണ്ടന്റ്, ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് അതിന്റെ കുറവ് കാരണം ഉണ്ടാവും. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് നമുക്കൊന്നെങ്കിൽ ഇത് ഒത്തിരി ഡീപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് RCT എന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ്, അത് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ രാത്രി ഞാൻ പറഞ്ഞ പല്ലുറുമ്പുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ മൗത്ത് ഗാർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് വെച്ച് കിടന്നു കഴിഞ്ഞാൽ ആ ബൈറ്റ് പല്ലിൽ കൊള്ളാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റുകൾ, ഇപ്പൊ സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്ര ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, നമ്മള് മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനെ പറ്റി ഡോക്ടറിന്റെ അഭിപ്രായം എന്താ? അത് നമുക്ക് ഡെയിലി ചെയ്യാമോ? എപ്പോഴാണ് അത് ചെയ്യേണ്ടത്? അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ?
അതൊരു മിത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മൗത്ത് വാഷ് കാരണം പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും കേട്ടു. പക്ഷെ അത് ശരിക്കും ഒരു മിത്താണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. ബട്ട് അത് ഓവറായിട്ട് യൂസ് ചെയ്യാതെ നമുക്ക് ചിലർക്ക് വായ്നാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ്, ഡെന്റൽ ടേമാണ് ഉണ്ടാവുന്നവരുണ്ട്. അങ്ങനെയുള്ള കേസസ് മൗത്ത് വാഷ് വളരെ യൂസ്ഫുൾ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, നമ്മുടെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്, അതായത് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞും ഈ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് വളരെ ക്ലോർഹെക്സഡിൻ പോലുള്ള മൗത്ത് വാഷസ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ആൻഡ് ജസ്റ്റ് അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക, അത് കഴിഞ്ഞ് തുപ്പിക്കളയുക, അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഓറൽ കെയർ ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ വായയുടെ ഒരു സംരക്ഷണം, അതിന്റെ റെജിമെന്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെന്റൽ പ്രോബ്ലംസിൽ നിന്ന് അകറ്റി നമ്മുടെ വായയെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും? സത്യത്തിൽ ഓറൽ ഹൈജീൻ നമ്മൾ നോക്കുന്ന ഒരിക്കലും ഒരു ഡെന്റിസ്റ്റ് അതിനൊരു കാരണമാവുന്നു മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡ്, അതിനകത്ത് ഷുഗറിന്റെ കണ്ടന്റ് അതൊരു മെയിൻ ഫാക്ടറാണ്. നമുക്കറിയാവുന്നതുകൊണ്ട് ഡെന്റൽ കേരീസ് അല്ലെങ്കിൽ പല്ലിൽ ഉണ്ടാവുന്ന കേടിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന 2 ഫാക്ടേഴ്സ്, ഒന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡും, 2 അവിടെ ഇരിക്കുന്ന ബാക്ടീരിയാസും ആണ്. പിന്നെ അതിന്റെ സമയം, എത്രമാത്രം സമയം അതിരിക്കുന്നു, ഈ 3 ഫാക്ടേഴ്സ് കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് ഡെന്റൽ കേരീസ് വരുന്നത് എന്നാണ് ബുക്കുകളിലൊക്കെ പറയുന്നത്. സോ നമ്മൾ കഴിക്കുന്ന ഷുഗറിന്റെ അളവ് കുറയ്ക്കുക. ഷുഗർ മാത്രമല്ല, ആസിഡിന്റെ അളവ്, നമ്മളിപ്പം പെപ്സി പോലുള്ള കാര്യങ്ങൾ, അതിന്റെ എണ്ണം കുറയ്ക്കുക. ആൻഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യുക. പിന്നെ 6 മാസത്തിൽ കൂടിയിരിക്കുമ്പോഴത്തേനും പല്ലിലുള്ള നമ്മുടെ ഒരു വെള്ള തരി പോലുള്ള സാധനങ്ങൾ പല്ലിന്റെ അറ്റത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനെ കാൽക്കുലസ് എന്നാണ് വിളിക്കുന്നത്. അത് റിമൂവ് ചെയ്ത് കളയാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുക. ഇങ്ങനെ മാത്രമല്ല, മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് ഫുഡിന്റെ ഷുഗർ കണ്ടന്റിന്റെ അളവ്, റെസിഡ്യൂസ്, അത് ക്ലീൻ ചെയ്ത് കളയുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പരമാവധി പല്ലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ കഴിയും നമ്മളെ കൊണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ഇതുപോലെ പല്ലിന്റെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? ആസ് എ ഹോം റെമഡീസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് പല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്ത് കളയുന്നത് യൂസ് ചെയ്യാം. ആൻഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് വായിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കഴുകുന്നത് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പല്ല് കേടാവുന്നത് ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. പല്ലുകളുടെ സംരക്ഷണത്തിനായി നമുക്ക് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക. നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. നമ്മൾ ഷുഗർ കണ്ടന്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോക്കിങ്ങും പിന്നെ ആൽക്കഹോളും അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിൽ ഇതുപോലെ പല്ലിന്റെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? ആസ് എ ഹോം റെമഡീസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് പല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്ത് കളയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പറയുന്നതിനോട്ട് ബ്രഷിംഗ് ടെക്നിക്സ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് വായിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കഴുകുന്നത് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പല്ല് കേടാവുന്നത് ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് എനിക്ക് അതിനകത്തൊരു സംശയം വന്ന്, നമ്മള് ഡോക്ടറിന്റെ അടുത്ത് വന്ന് കാണേണ്ട ഒരു സ്റ്റേജ് അത് എപ്പോഴാണ്? ഇപ്പൊ പല്ലിന്റെ ഡെന്റൽ എല്ലാവർക്കും ഒരു ഷുഗർ കഴിക്കുന്നവരാണ്, എല്ലാവരും മിറിൻഡ, പെപ്സി ഇതുപോലുള്ള അസിഡിക് ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണ്. അപ്പം ഒരു ഏജ് കഴിയുമ്പോൾ എല്ലാവർക്കും ഡെന്റൽ കാരീസ് അത് കോമൺ ആയിട്ട് ഇന്ന് കാണുന്നതാണ്. അപ്പൊ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഡോക്ടറിനെ വന്ന് കാണേണ്ടത്? നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന് പെരിയോ പ്രോബ്ലംസ്, അതായത് നിങ്ങളെ മോണയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. ആ മോണ പോലുള്ള സ്ഥലങ്ങളിൽ ചോരപ്പൊടി, നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ ചോര പൊടിയുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ നേരെ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണാം. പിന്നെ എൻഡോ പ്രോബ്ലംസ്, അതായത് പല്ലിന്റെ കേട് പോലുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ വായിൽ തന്നെ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് ഒരു കറുത്ത പാടോ കറുത്ത കുത്തുകളോ അതുപോലുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ, പിന്നെ വേദന വരികയാണെങ്കിൽ, ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഡെന്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ആ നമ്മുടെ മോണ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ പല്ലിന്റെ കേട്, അപ്പം ചോര വരിക, ഇതൊക്കെ വരുമ്പം അത് ഡെന്റിസ്റ്റിനെ കാണാതെ നമ്മൾ ഇരുന്നാൽ ഉണ്ടാവാവുന്ന സൈഡ് എഫക്ട്സ് അല്ലെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിനെ കൊണ്ട് നമ്മളെ പല്ല് നമ്മുടെ
ഇതിലോട്ട് തറച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ മോണയിൽ കൂടിയാണ്. ആ മോണ പോയി കഴിയുമ്പോൾ അതിന് വൺ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അത് അവിടെ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് ദ്രവിച്ചു പോകാൻ തുടങ്ങും. നമ്മുടെ പല്ലുകളിൽ ചെറിയ ചെറിയ ആട്ടം ഉണ്ടാവും. ആ ആട്ടം കുറച്ച് കഴിയുമ്പോൾ വലുതാവും. അത് പല്ല് പറഞ്ഞു പോകും. നമുക്ക് അല്ലാതെ പല്ല് കേടാണെങ്കിൽ അത് നമുക്ക് പെരിയപ്പിക്കൽ ആപ്സിസ് വരെ ഉണ്ടാകും. ആപ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണ പഴുത്ത് അതിലേക്ക് പസ് പോലുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങും. അത് നമുക്ക് പിന്നെ മുഖത്തൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നത് വരെ സ്പേസ് ഇൻഫെക്ഷൻസ് എന്നാണ് പറയുന്നത്. സെല്ലുലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരെ വരാനും അത് മരണത്തിന് കാരണമാവാനും വരെ വഴിവെക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ അതിന്റെ ഹോം റെമഡീസ് കണ്ടു. നോർമൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ യൂഷ്വൽ ഡെന്റൽ പ്രോബ്ലംസിന്റെ ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം. കാരണം അതും ആളുകൾക്ക് അറിയാൻ വളരെ താല്പര്യമുള്ള ഏരിയ ആണ്. അപ്പം ഒരു ഡെന്റൽ ക്യാരി വന്ന ഒരു പേഷ്യന്റിന് ആദ്യപടി ഇപ്പൊ ചെറിയൊരു ഡെന്റൽ ക്യാരിയാണ്, ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റ് റെജിമെന്റ് എന്തായിരിക്കും? നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലുവേദന അല്ലെങ്കിൽ എൻഡോ പ്രോബ്ലംസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആ എൻഡോ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പല്ലിൽ ഒരു കേരീസ് വരുന്നു അല്ലെങ്കിൽ ഒരു കറുത്ത പാട് വരുന്നു. നമ്മൾ ഡെന്റിസ്റ്റ് ചെയ്യുന്നത് അത് ഫസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വേദന പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന മൂർച്ഛിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾക്ക് അറിയാവുന്നതിന് തൊട്ട് പല്ലിന് 3 ലെയർ ആയിട്ടാണുള്ളത്. 1 ഇനാമൽ, 2 ഡെന്റിൻ, 2 പൾപ്പ്. ഈ പൾപ്പിലേക്ക് ഈ രോഗം എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ പല്ലെടുത്ത് കളയാം. ഇപ്പം പൾപ്പ് വരെ എത്തിയിട്ടില്ല, പൾപ്പിന്റെ അവിടെ വരെ എത്തിയിട്ടില്ലെങ്കിൽ ഇനാമിൽ തന്നെ ആണെങ്കിൽ നമുക്ക് അറിയായിരിക്കും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പല മെറ്റീരിയൽസ് കൊണ്ട്. മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം സിമെന്റ്സ് ഉണ്ട്. സിമെന്റ്സ് വെച്ചും പിന്നെ പല്ലിന്റെ കളറുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് അടയ്ക്കാൻ കഴിയും. അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ പൾപ്പിനെ റിമൂവ് ചെയ്ത് എന്ന് വെച്ചാൽ പല്ലിലേക്ക് ആ ജീവൻ കൊടുക്കുന്ന അംശമായിട്ടുള്ള പൾപ്പ് അതിനെ റിമൂവ് ചെയ്ത് അവിടെ ഒരു സബ്സ്റ്റൻസ് കൊണ്ടോ മെറ്റീരിയൽ കൊണ്ടോ അടയ്ക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സിമെന്റ് പോലത്തെ ഫില്ലിംഗ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ഫില്ലിംഗ് ചെയ്യുമ്പോൾ അതൊരു പെയിൻഫുൾ പ്രോസസ് ആണ്. ഒത്തിരി വേദന ഉണ്ടാക്കുവോ പേഷ്യൻസിൽ? ഇല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിന്റെ അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട്, അല്ലാതെ കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പൊ മേജർലി മെഷീൻസ് കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ അവിടേക്ക് ആ കറുത്ത ഭാഗം മാത്രം എടുത്തു കളയുക. എന്നിട്ട് അവിടെ പല്ലിനെ സംരക്ഷിക്കുക, ആ കേരീസ് വന്ന സ്ഥലത്ത് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ, ഇപ്പൊ GACs ആയിരിക്കും അല്ലെങ്കിൽ കോമ്പോസിറ്റ് പോലുള്ള മെറ്റീരിയൽ കൊണ്ട് അടയ്ക്കുക മാത്രം. അത് അത്ര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം മാത്രം. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് അത് പെയിൻഫുൾ ആണ്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല്ല് മരവിപ്പിച്ചിട്ടാണ്. നമുക്ക് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് വെച്ച് മരവിപ്പിച്ചിട്ടായിരിക്കും. വേദന അറിയുന്ന ഇപ്പം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫില്ലിംഗ് ചെയ്തു എന്ന് വെച്ചോ സിമെന്റ്, അത് എത്ര നാള് വരെ അത് നീണ്ടു നിൽക്കും? എന്ന് വെച്ചാൽ ഒരു സിമെന്റ് ചെയ്ത ഒരു പേഷ്യൻസിന് ആ പല്ല് എത്ര നാള് വരെ അടുത്തൊരു ഡെന്റൽ കെയറിലോട്ട് പോകാതെ ആ പല്ലിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും? അതിനൊരു പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരാൾക്ക് പല്ല് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതുകൂടെ വെച്ചിട്ടായിരിക്കും ആ കാലഘട്ടം വരുന്നത്. നമുക്കറിയാവുന്നതിന് തൊട്ട് ഏറ്റവും ബാക്കിലത്തെ പല്ലുകൾ അതായിരിക്കും നമ്മൾ മേജർലി യൂസ് ചെയ്യുന്നത് ചവയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ആ പല്ല് നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച, അത് ഇപ്പൊ അടച്ചു കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ച വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടത്തേക്ക് സലൈവ കൂടുതലായിട്ട് കെട്ടി നിൽക്കുക. പിന്നെ അവിടെ സോഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോകും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 6, 7, 8 വർഷങ്ങളോ അതിൽ കൂടുതലോ അത് നീണ്ടു നിൽക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് നോർമലായിട്ട് ഉള്ള ഫുഡ് കഴിക്കാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഈ സിമെന്റിങ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ, ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ? അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു റൈറ്റ് സൈഡിലെ പല്ലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 24 മണിക്കൂർ വരെ അവിടത്തേക്ക് ഒന്നും വെച്ച് കട്ടിയുള്ള സാധനങ്ങളൊന്നും വെച്ച് കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു സെറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പൊ സിമെന്റിനായാലും എല്ലാത്തിനും അതൊരു സെറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ സെറ്റിംഗ് പീരീഡിൽ അവിടത്തെ കട്ടിയുള്ള കാര്യങ്ങളൊന്നും വെച്ച് കടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പണ്ട് അമാൽഗം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിപ്പോ പൂർണ്ണമായിട്ട് ഡെന്റിസ്ട്രിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. കാരണം അതിന്റെ മെർക്കുറി പോലത്തുള്ള കണ്ടന്റും ഉണ്ട്. ഇപ്പോഴത്തെ മെറ്റീരിയൽസ് എല്ലാം കുറച്ചുകൂടെ ടൂത്ത് ഫ്രണ്ട്ലി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആ സെറ്റിംഗ് പീരീഡിന്റെ ടൈം കുറഞ്ഞു വരുന്നു. എങ്കിൽ പോലും
നമ്മളുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് ഒരു 24 മണിക്കൂറത്തേക്ക് ഈ കട്ടിയുള്ള കാര്യങ്ങൾ കടിക്കാതിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും.